ഹലോ, പിപ്പീസ് ഫ്ലോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു യാത്ര പോകുകയാണ്. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്, വെളുപ്പിന് 1:30 ആയിട്ടുണ്ട്. യാത്ര എന്ന് പറഞ്ഞത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ്. ആ യാത്ര വേറെ എങ്ങുമല്ല, ഗവിയാണ്. ഗവി യാത്രയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസം പ്ലാൻ ചെയ്തത്. അതും KSRTCയിലൂടെയുള്ള യാത്ര ആണ് എനിക്ക് വലിയൊരു കൗതുകകരമായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ KSRTC പറവൂർ ഡിപ്പോയിൽ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. 1:30ക്കാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്ന സമയം. വെളുപ്പിന് 1:30 2 മണിക്കാണ് വണ്ടി. ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് വണ്ടി ചെറായിന്ന് ഓടി അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഗവിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗവി യാത്രയിൽ നമ്മൾ എന്തെല്ലാം കാണുന്നതോ ആ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കാരണം ഗവിയുടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും പിപ്പീസ് ഫ്ലോയിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു സ്വാഗതം. താങ്ക് യു. ഹായ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. KSRTC പറവൂർ KSRTC സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ യാത്രാ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. സാർ, അത് വണ്ടിയിലേക്ക് കയറാം. ഉല്ലാസയാത്ര വണ്ടിയിലേക്ക് നമുക്ക് കയറാം. എല്ലാവരും കയറി. ഞാൻ മാത്രമുള്ള തോന്നണം അല്ലേ? ഞാൻ മാത്രമുള്ള നമ്മുടെ സീറ്റ് നമ്പറൊക്കെ ഉണ്ടോ സാറേ? ഇല്ല, നമുക്ക് സീറ്റ് ഇഷ്ടംമാതിരി ഉണ്ട്. ഓക്കെ, എന്താന്നോ 51 സീറ്റ് ഉണ്ടല്ലോ, 28 പേരുള്ളൂ. ആ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചെറിയ ബസ്സാണ്. ചെറിയ വണ്ടി. ഓക്കെ ഓക്കെ, നമുക്ക് കാണാം. ഞാൻ കയറും. അല്ലേ? ഇല്ല ഇല്ല, അത് ചോദിച്ചു. ഇല്ല, സന്തോഷം. താങ്ക് യു താങ്ക് യു. അതങ്ങനെ ആദ്യം പറയും കൊടുക്കും. ഫോട്ടോ വരണമെന്നോ? ഇനി നമ്മുടെ ആളിൽ വരാനുണ്ടല്ലേ, കുറച്ച് പേര് വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം. എൻ്റെ പേര് ജീവൻ എന്നാണ്, ചെറായി ആണ്. ചെറായി നിന്ന് ആരൊക്കെയാ ഉള്ളത്? ആ, ആണോ? കണ്ടിട്ട് തോന്നിയോ? ഞാൻ ചെറിയൊരു കലാകാരനൊക്കെയാണ്. അങ്ങനെ പറവൂർ ഡിപ്പോയിൽ നിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ഈ വെളുപ്പിന് 2 മണിക്ക് ആ തണുത്ത കാറ്റത്ത് KSRTC വണ്ടിയിൽ യാത്ര ചെയ്ത് പത്തനംതിട്ട വരെ ഓടണം. എത്ര മണിക്കൂർ ഓടിയാലാണ് പത്തനംതിട്ട എത്തണം? അങ്ങനെ സുഖമായിട്ട് കുറേ ആളുകൾ കിടന്നുറങ്ങി. ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. പക്ഷെ ഉറക്കമൊന്നും വരുന്നില്ല, കാരണം പുറത്തുനിന്ന് തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് ഉറക്കമൊന്നും കിട്ടിയില്ല. നമ്മളുടെ വണ്ടിയാണിത്. നമ്മൾ പറവൂരിൽ നിന്നും നമ്മൾ ഉല്ലാസയാത്ര വണ്ടി പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്ന വണ്ടി ഒരു 32-34 പേരടങ്ങുന്ന സീറ്റുള്ള വണ്ടിയാണ്. ആ വണ്ടിയിലാണ് നമ്മളിനി പത്തനംതിട്ടയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ പത്തനംതിട്ട ഒരു കാപ്പിയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വണ്ടി കയറാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടുന്ന് ഒരു ചെറിയ വണ്ടിയാണ് നമ്മുടെ ഗവിക്ക് പോവുള്ളൂ. അപ്പോൾ ഗവിക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ പത്തനംതിട്ടയിലെത്തിയത്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഈ വണ്ടി ഇനി നമ്മൾ ഗവി പോയി തിരിച്ചിറങ്ങി വരുന്നത് പരുന്തമ്പാറയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പരുന്തമ്പാറ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഈ വണ്ടി അവിടെ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ഡ്രൈവർ ഒരു വണ്ടി കൂടി ആണ് നമ്മൾ വരുന്നത്.
പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലാണ് നമ്മൾ പോകുന്ന ജംഗിൾ സവാരി വണ്ടിയാണിത്. നമ്മൾ പറവൂരിൽ നിന്നും പോകുന്നത് ഒരു KSRTC വണ്ടിയിൽ 51 പേരടങ്ങുന്ന വലിയ വണ്ടിയാണ്. പക്ഷേ അത് ഗവിയിലേക്ക് കയറാത്തത് കൊണ്ട് നീളം കുറഞ്ഞ വണ്ടി കയറുള്ളൂന്നാണ് പറയുന്നത്. വളക്കാനും തിരിക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ 34 പേര് കയറുന്ന സീറ്റുള്ള ഒരു ചെറിയ KSRTC വണ്ടിയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് ഇതാണ് കളർ അല്ലേ. ഈ കളറാണ് നമുക്ക് ആഗ്രഹം. ഇങ്ങനത്തെ കളറാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇത് വൈറ്റാണ്, ബ്ലൂ ആൻഡ് വൈറ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുരളി മോഹൻ. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്. നിങ്ങളെ മൊത്തം ഇന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് അടവിയിൽ കുട്ടവഞ്ചി സവാരി. ചോറ് കിട്ടുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയോളം അടുപ്പിച്ചാവും. അപ്പോൾ അത് കഴിക്കാന്നുള്ളത് കഴിക്കുക, പാഴ്സൽ മേടിച്ച് വയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും അതിനുള്ളിൽ വേറെ ഒന്നും കിട്ടില്ല, വെള്ളമോ ഒന്നും കിട്ടില്ല. നമ്മൾ കയ്യിലെടുക്കാം. അപ്പൊ ഓക്കെ, നമ്മുടെ സ്പീക്കർ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം അവിടെ കുറച്ച് ദൂരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്പീക്കർ അലോഡല്ല. നമ്മുടെ സെൽഫ് ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയില്ല. ഇൻട്രൊഡക്ഷൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറ്റില്ല. അത് രാവിലെ പോകുന്നവരുടെ കിട്ടല്ല. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷെഫീഖ് എന്നാണ്. എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുപേരൊന്നും കുറെ പേരൊന്നും അറിയില്ല. ഫോണിൽ കൂടെ സംസാരിച്ചത് പഠിക്കുള്ളൂ. ഞാൻ KSRTC പാറൂടി പോകുന്ന ജോലിയാണ്. കൂടെ വന്ന സ്ഥിതിയിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഡ്രൈവർ സ്ഥിരമായിട്ട് ഈ ട്രിപ്പുകൾ പോകുന്നവരാണ്. വേറെ 2 പേരൊക്കെ ഉണ്ട് പാറൂടി. നമുക്ക് പോകുന്ന സ്ഥലം ഗവി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് സിനിമയിലാണ്. ഓർഡിനറി സിനിമയിൽ കൂടെയാണ് നമ്മൾക്ക് ആ സ്ഥലത്തിനെ പറ്റി അറിവ് വന്നേക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അറിഞ്ഞേക്കുന്നത്. ഗവി എന്ന് പറഞ്ഞ സ്ഥലം സത്യമായിട്ട് കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇതൊരു നല്ല കാടാണ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കാടാണ്. നമ്മള് വ്യൂവിലപ്പുറം ആ കാട് ആസ്വദിക്കുക എന്നുള്ളതിനാണ് നമുക്ക് ഗവിയിൽ വരുന്നത്. ഗവിയിൽ ഒരുപാട് ആൾക്കാരും താമസിക്കണമെന്നില്ല. നല്ല ഒരു കട്ട ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതാണ് സാറിന് ഇവിടുന്ന് ഗവിയിലേക്ക് ഫസ്റ്റത്തെ നമ്മൾ ആങ്ങാമൊഴി എന്നാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളൊരു എൻട്രി എടുത്തിട്ട് നമ്മൾ ഗവിയിലേക്ക് യാത്ര ചെയ്യുന്ന വള്ളക്കടവ് ഇടുക്കി വള്ളക്കടവിൽ വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അത്രയും വരെ 80 കിലോമീറ്റർ ഉണ്ട്. 80 കിലോമീറ്ററിനുള്ളിൽ കാടും 7 ഡാമുകളുണ്ട്. അതിൽ 5 ഡാം. അതിൽ 4 ഡാമിന്റെ മുകളിൽ കൂടെ അവിടെ ബസ് കടന്നു പോകും. പിന്നെ 1 സൈഡാണ് ബസ് എല്ലാ വാഹനങ്ങളും പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് വാഹനങ്ങൾ അവർ കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഇത്ര പ്രസിദ്ധമായത്. പിന്നെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഏരിയപ്പെട്ട ആയതുകൊണ്ട് അവിടെ അനിമൽ സൈറ്റിങ്ങിന് സാധ്യതയുണ്ട്. എപ്പോഴും സാധ്യത ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് ഗവിയുടെ പൂർണ്ണരൂപം. തിരിച്ചു വരുന്നത് വേറെ വഴിയിലൂടെ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സാധനങ്ങളൊക്കെ കിട്ടാൻ പാടാണ്. അതാണ് സാറ് പറഞ്ഞത്. നിങ്ങൾ പരമാവധി ഇവിടെ നിന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പോയാൽ 2 മണി വരെ നമുക്ക് പിന്നെ ടൈമുണ്ട്. അതിനിടയിൽ വിശപ്പ് വന്നാൽ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പരമാവധി പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അവിടെ വലിച്ചെറിയാണ്ടൊക്കെ ഇരിക്കുക. നമ്മൾ നല്ല സൈലന്റ് ആയിട്ട് നാടിനെ ആസ്വദിക്കാം കേട്ടാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ജേർണി. ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ വെള്ളയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. വെള്ളയപ്പം കഴിക്കാൻ പോകണം. മുട്ടക്കറി കഴിക്കണം. ഇതാണ് മുട്ടക്കറി. വെജിറ്റബിൾ ഞാനിവിടെ എടുത്തു. ഞാൻ മുട്ടക്കറിയും വെള്ളയപ്പവും കഴിക്കണം. ഇതാണ് കറി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് വന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. കൊടും കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. നമ്മുടെ
അടവി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അടവി സ്ഥലത്ത് നമ്മുടെ കൊട്ടവഞ്ചി സവാരിയുണ്ട്. നമ്മുടെ ആളുകളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൽ നമുക്ക് 2200 രൂപ KSRTCയുടെ ടൂർ പാക്കേജിൽ ഉല്ലാസയാത്രയിൽ ഈ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പത്തനംതിട്ട ഡിപ്പോന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യം വരുന്നത് ഈ കുട്ടവഞ്ചി സവാരിയിലേക്കാണ്. അതാണ് നമുക്ക് ഫസ്റ്റ് കാണാനുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാം. കുട്ടവഞ്ചി സവാരിയിലേക്ക് കയറാം, സവാരി നടത്താം. ഇത് കണ്ട മക്കളെ, കൊട്ടവഞ്ചി നിരത്തി വെച്ചേക്കുന്നത് കണ്ട മക്കളെ. ആ എന്താ രസം, എത്ര കൊട്ടവഞ്ചി. ഇപ്പം എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. ആ ഫോട്ടോ എടുക്കാം സാറേ. എല്ലാവരും ഇറങ്ങുക. അവിടെ പോയി കയറിക്കോ. അവിടെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കണം. വാ ചേട്ടാ, എന്തായി പറഞ്ഞത്? ഇവിടം വരെ വന്നിട്ട് ഇവിടം വരെ വന്നിട്ട് എന്താ വീഴല്ലേ? ആരും വീഴില്ലേട്ടാ, ആരും വീഴല്ലേ. ഞങ്ങളങ്ങനെ കൊട്ടവഞ്ചിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൊട്ടവഞ്ചി പുറകിലും മുമ്പിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെയുണ്ട്. ഏത് കൊട്ടവഞ്ചിയിലാണ് ഞങ്ങളെല്ലാവരും കൂടി കയറിയിരിക്കുന്നത്. അവരാ സൈഡിൽ കൂടിയാണ് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കൊട്ടവഞ്ചി. ഇതെവിടെ വരെ പോവും? അരമണിക്കൂർ സമയം നമ്മൾ പരമാവധി പോകുന്ന വരെ ഇപ്പം പോകും. അരമണിക്കൂർ അല്ലേ? അരമണിക്കൂറിൻ്റെ. ഏതായാലും ഞാൻ ഈ കൊട്ടവഞ്ചിയിലാണല്ലോ. കറങ്ങട്ടെ. കറങ്ങട്ടെ. ആരാണ് കരഞ്ഞത്? ആരോ കരഞ്ഞല്ലോ അവിടെ. ആടാ, ഇതാണ് കറക്കം. അടിപൊളി. ആ സന്തോഷം കണ്ട ആ കറങ്ങിയപ്പോ, ഭയങ്കര സന്തോഷം. കൊട്ടവഞ്ചിയിൽ കയറിയ ഒരു കറക്കം ഉള്ളതാണ്. നമ്മുടെ കൊട്ടവഞ്ചികളൊക്കെ എത്തിയിട്ടാ. അതെ, അപ്പുറം ഇപ്പുറമൊക്കെ കിടപ്പുണ്ട്. അയ്യോ, കറക്കട്ടെ. കറക്കട്ടെ. മതിയാവും പറഞ്ഞോട്ടാ. പൊളിയാണ്. മതി. മോൾക്ക് മതിയായ ഇല്ലേ? യെസ്. ആദ്യം എന്റെ കറക്കം നിക്കണ്ടേട്ടാ. എന്റെ കറക്കം നിക്കട്ടെ. അത് കൈ നോക്കിയേക്കട്ടെ, കാണാം. അത് വേറെ വെച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരെണ്ണം പുറകിട്ടത്ത് പുറത്ത്.
ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണും കാണും കാണും. അപ്പൊ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, അല്ല 1 രൂപയിൽ വെച്ചെടുക്കാം. 1 രൂപ അല്ല ഒരു വീഡിയോ ആയിപ്പോയി, വീഡിയോ ആയി. ചോദിച്ചു പോകട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ? ഗവി യാത്ര എന്ന് പറയുന്നത് എത്രത്തോളം ദൂരമുണ്ടെന്ന് പോലും ആ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ യാത്രയുടെ ഇടയ്ക്കാണ് നമ്മൾ പൈനാപ്പിൾ കൃഷി വ്യാപകമായിട്ട് നടക്കുന്നത് കണ്ടത്. അത് ശരിക്കും ഒരു വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. ഇത്രയും പൈനാപ്പിൾ കൃഷി ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തായാലും ഗംഭീരമായൊരു കാഴ്ചയായിരുന്നു, മനോഹരമായൊരു കാഴ്ചയായിരുന്നു പൈനാപ്പിൾ കൃഷി. ഒരിക്കലും മറക്കാനാവാത്തൊരു കാഴ്ച. സൂപ്പർ, അടിപൊളിയായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോണേ, നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് 90 കിലോമീറ്റർ വനത്തിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. 90 കിലോമീറ്റർ. ഇവിടുന്ന് ഗവി വരെ 60 കിലോമീറ്റർ ആണ്. ആർക്കെങ്കിലും അത്യാവശ്യ ഫോൺ കോളുകളും എല്ലാം ചെയ്യാനുണ്ട്, ഇവിടുന്ന് ചെയ്തോണം. നമുക്ക് ഇനി 4 മണിയാകാതെ റേഞ്ച് കിട്ടിയല്ല. ഇടയ്ക്ക് BSNL മാത്രം ഗവിയിലെങ്ങാനും ചെന്നാൽ റേഞ്ച് കിട്ടും. പിന്നെ ഇരിക്കുന്നൊരു പ്ലാസ്റ്റിക് ഐറ്റങ്ങളൊന്നും വെളിയിൽ കളയരുത്, എല്ലാം വണ്ടിക്കകത്ത് തന്നെ ഇടുക. ഇന്നത്തെ ബക്കറ്റിലായിരുന്നോ? ഇല്ല, വണ്ടിക്കകത്ത് തന്നെ ഇട്ടാൽ മതി കേട്ടോ. പ്ലാസ്റ്റിക് ഐറ്റങ്ങളും ബോട്ടിൽ ഐറ്റങ്ങളും എല്ലാം വണ്ടിക്കകത്ത് തന്നെ ഇടുക. 2 സൈഡ് ഇരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും കയ്യ തല വെളി കെട്ടരുത്. നമ്മൾ ഇവിടുന്ന് കൂടി ഇന്ന കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ മൊത്തം ഈറ്റയാണ്. റോഡിൻ്റെ സൈഡ് മൊത്തം ഈറ്റയാണ്. ഈറ്റെന്ന് വെച്ചാൽ അത് ആന രാവിലെ വന്ന് വലിച്ച് തിന്നിട്ട് വെച്ചിട്ട് പോകുന്നതാണ്. നമ്മളെല്ലാം വൈകുന്നേരം എല്ലാം വൃത്തിയാക്കി ഇടുന്നതാണ്, വൃത്തിയാക്കി ഇടുന്നതാണ്. പിന്നെ കയ്യ തല ഒരു കാരണവശാലും വെളി കെട്ടരുത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനെ കാണാം. മിക്ക ദിവസം ഞങ്ങൾ കാണുന്നതാണ്. കാണിച്ചു തരാമെന്ന് ഉറപ്പ് പറയില്ല. പ്രൈവറ്റ് വണ്ടി കടത്തി വിടും. നമുക്ക് ഒരു ദിവസം 30 വണ്ടിയാണ് കടത്തി വിടുന്നത്. അത് ചെറിയ വണ്ടി. അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന് ശേഷം അവർ ഡേറ്റ് തരും. ആ ഡേറ്റിൽ അത് 12 മണിക്ക് മുന്നായിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് പോകണം. ചെക്ക് പോസ്റ്റ് കടന്ന് 6 മണിക്ക് മുന്നേ വനം ഇറങ്ങണം. 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് മുന്നായിട്ട് ഇറങ്ങണം. അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. തിരിച്ച് നമ്മൾ ഈ വഴിയല്ല വരുന്നത്. ആർക്കെങ്കിലും അങ്ങോട്ട് പോകുന്ന രീതിയിൽ എന്തെങ്കിലും കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫോട്ടോ എടുത്തോണം. തിരിച്ച് നമ്മൾ ഈ റൂട്ടിലല്ല വരുന്നത്. നമ്മൾ പോകുന്ന വഴി നമ്മൾ 5 ഡാമുകളുണ്ട്. ആദ്യത്തെ ഡാം മൂഴിയാർ ഡാം. മൂഴിയാർ ഡാം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കക്കി ഡാമാണ്. കക്കി ഡാം കഴിഞ്ഞാൽ ആനത്തോ ഡാം. ആനത്തോ ഡാം കഴിഞ്ഞാൽ പിന്നെ പമ്പ. പമ്പ കഴിഞ്ഞാൽ ലാസ്റ്റാണ് നമുക്ക് ഗവി ഡാം വരുന്നത്. ഈ 5 ഡാമിലെ 4 ഡാമിൻ്റെ മുകളിൽ കൂടാണ് പോകുന്നത്. ഒരു ഡാമിൻ്റെ മാത്രം സൈഡ് വഴിയാണ് പോകുന്നത്. അതാണ് പമ്പ ഡാമിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. മൊത്തം 8 ഡാമാണുള്ളത്. 8 ഡാമിലെ 3 ഡാം ഉള്ളിലോട്ടാണ്. ഒന്ന് മീനാർ ഫസ്റ്റ് സെക്കൻഡ്, അത് ഉള്ളിലാണ്. പിന്നെ അടുത്തത് കുള്ളാർ ഡാം എന്ന് പറഞ്ഞ ഡാമുണ്ട്. കുള്ളാർ ശബരിമല സന്നിധാനത്ത് പൂജയ്ക്ക് വേണ്ടി മാത്രം ആ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നത്. വേറെ ഒരു ആവശ്യം വേണ്ടി ആ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല. കുള്ളാർ
പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, രണ്ട് സൈഡിലോട്ടും ശ്രദ്ധിച്ചോണം. ആര് വണ്ടിക്കകത്ത് നിന്ന് ഉറങ്ങരുത്. രണ്ട് സൈഡിലോട്ടും ശ്രദ്ധിക്കുക. മരങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, കുഴികളിലേക്ക് ശ്രദ്ധിക്കുക. കുഴികളിലേക്ക് ശ്രദ്ധിച്ചാൽ ആന, കാട്ടുപോത്ത, മ്ലാവ് എന്ന മൃഗങ്ങളെ കാണാം. മരങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മലയണ്ണാനെ കാണാം, കരിങ്കുരങ്ങിനെ കാണാം, സിംഹവാലൻ കുരങ്ങ്, അങ്ങനെ പക്ഷികൾ എന്ന് പറയുമ്പോൾ 260 ഇനം പക്ഷികളാണ് ഇതിനകത്തുള്ളത്. 260 ഇനം പക്ഷികൾ. നിങ്ങൾ ആരെങ്കിലും എന്തുവേലും മൃഗങ്ങളെയോ കാണാത്ത കാഴ്ചകളോ കാണുവാണെങ്കിൽ അന്നേരം പറയുക. വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറക്കത്തില്ല, അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സൗകര്യമുണ്ട്. നമ്മൾ എല്ലാ ഡാമുകളിലും നിർത്തത്തില്ല. നമ്മൾ മൂഴിയാർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡാമിൽ നമ്മൾ പതുക്കെ സ്ലോ ചെയ്ത് പറഞ്ഞങ്ങ് പോവുകയാണ്. പിന്നെ നിർത്തുന്നത് നമുക്ക് ടൈം തന്നിട്ടുണ്ട്, 5 മിനിറ്റ് ടൈം. നിങ്ങൾ അധികം സമയം വേസ്റ്റ് ആക്കാതെ കയറുക, ഫോട്ടോ എടുത്ത്. നമുക്കിനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇവിടെ മുതൽ നമ്മുടെ വനം തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ചെക്ക് പോസ്റ്റിന്റെ പേര് കൊച്ചാണ്ടി എന്നാണ് കേട്ടോ. ഇവിടെ നമ്മളിനി പാസ് കാണിച്ചാലേ അവർ വിടുകയുള്ളൂ. നമ്മൾ ഈ ചെക്ക് പോസ്റ്റും കടന്നിട്ട് നമ്മൾ പോകുമ്പോൾ ശരിക്കും ഒരു കൊടും കാടാണ് ഗവി എന്ന് പറയുന്നത്. ആ ഗവിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ആ കാട് തന്നെയാണ്. ആ കാടിലൂടെ അല്ലെങ്കിൽ ആ കാട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ശരിക്കും നല്ലൊരു തണുപ്പാണ്. എത്ര ചൂടുണ്ടെങ്കിൽ പോലും ആ കാട്ടിലൂടെയുള്ള യാത്ര നല്ല തണുത്ത ഒരു സുഖമുള്ളൊരു യാത്രയാണ്. അതായത് നമ്മൾ ശരിക്കും നമ്മൾ ചുറ്റുവട്ടത്ത് ഈ യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ ചുറ്റുവട്ടത്തേക്ക് ഇങ്ങനെ നോക്കും, ആനയോ മൃഗങ്ങളോ മറ്റെന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ പലതും കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ മലയണ്ണാനെ കണ്ടു. നമ്മൾ അതിനെ ഒക്കെ വീഡിയോയിലൊക്കെ പകർത്തി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മൃഗങ്ങൾ വസിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഡാം പണിയാൻ വേണ്ടി അപ്പോൾ തുരങ്കം വഴി കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഓക്സിജൻ വേണം. അതിൻ്റെ ഓക്സിജൻ പ്ലാന്റാണ് ഈ കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഓക്സിജൻ സിലിണ്ടറായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു സിലിണ്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമ്മളിവിടെ ഡാമുകളെല്ലാം ആ സമയത്ത് പണിതത്. ആ സമയത്ത് അവരുടെ പഴയ വണ്ടികളാണ് ആ നശിച്ച് ആ സൈഡിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ വാഹനങ്ങൾ തകർന്ന് തരിപ്പണമായത് അല്ലെങ്കിൽ ആ ഒരു അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും ഗവി യാത്രയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്ന ബ്രിട്ടീഷുകാരുടെ വണ്ടിയാണ് ആ കിടക്കുന്ന അവശിഷ്ടങ്ങൾ. അതൊക്കെ നമുക്ക് കാണാൻ ഈ യാത്രയിൽ സാധിച്ചു എന്നുള്ളതാണ്. രാവിലെ 7:30 ആണ് ഞങ്ങൾ കാപ്പിക്കുടിയെല്ലാം കഴിഞ്ഞ് ഗവിയിലേക്ക് യാത്ര ചെയ്തത്. പക്ഷേ ഈ ഗവിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾക്ക് ഗവിയിലെത്താൻ പറ്റുള്ളൂ എന്ന് ഡ്രൈവർ പറഞ്ഞിരുന്നു. എത്ര ഓടിച്ചിട്ടും ഈ കാട്ടിലൂടെയുള്ള ആ യാത്ര ഏകദേശം 80 കിലോമീറ്ററോളം ഈ കാട്ടിലൂടെയുള്ള യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കാട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും ഇറങ്ങി ആ കാടുകളിൽ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ആ കാഴ്ചയിൽ കണ്ടത് ഒരു കാറിൽ നിന്നും കുറേ ആളുകൾ ഇറങ്ങി നിൽക്കുന്നതാണ്. മലയുടെ മണ്ടക്കോട്ട് നോക്കി എല്ലാവരും 3 പൈപ്പ് കണ്ടോ? മലയുടെ മണ്ടയ്ക്കൊന്നൊരു 3 പൈപ്പ് ഇറങ്ങി വരുന്നുണ്ടോ? അത് പെൻസ്റ്റോ പൈപ്പാണ്. കക്കി ഡാമിൽ നിന്ന് മൂഴിയാർ ഡാമിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആ പൈപ്പ് വഴിയാണ് വെള്ളം കൊണ്ടിരുന്നത്. അതിനെ മണ്ടക്കത്തെ ആ മല കണ്ടോ? ഏറ്റവും മണ്ടയ്ക്ക് വലിയൊരു മല കണ്ടോ? അത് 3450 അടി ഹൈറ്റാണ്. ആ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ ചെല്ലുന്നത്. 3450 അടി ഹൈറ്റ്. പത്തനംതിട്ടയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം അതാണ്. നമ്മളതിൻ്റെ മണ്ടയ്ക്കാണ് ചെല്ലുന്നത്, മുകളിൽ. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ കണ്ടോ? ഇവിടെ വണ്ടി സ്ലോയിലേ പോകത്തുള്ളൂ. ഇവിടെ ഇറങ്ങാൻ പറ്റുകയില്ല. ഫോട്ടോ എടുത്തോണേ, ഫോട്ടോ എടുക്കേണ്ടവർക്ക്.
അല്ലാതെ ലെഫ്റ്റ് സൈഡിലോട്ട് നയിക്കും. ഇത് വൈദ്യുതി ഇനി റൈറ്റ് സൈഡ് നോക്കും. വൈദ്യുതി ഉൽപ്പാദിച്ചതിന് ശേഷം വെള്ളം സ്റ്റോർ ചെയ്തിട്ടേക്കുവാണിത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇനി ഇത് വെള്ളം ഒഴിച്ചു വിടും. നേരെ പോകുന്ന കക്കാട്ട് ഡാമിലേക്കാണ് പോകുന്നത്. കക്കാട്ട് ഡാമിൽ വൈദ്യുതി ഉൽപ്പാദിച്ചതിന് ശേഷം നേരെ പോകുന്ന മണിയാർ ഡാമിൽ. മണിയാർ ഡാമിൽ നേരെ പമ്പയാറ്റിലോട്ടാണ് വെള്ളം പോകുന്നത്. ഇവിടുന്ന് ആ മേലൊക്കെ പൈപ്പ് കണ്ടില്ലേ, 25 കിലോമീറ്റർ പൈപ്പ് പെൻ സ്റ്റോപ്പ് പൈപ്പ് വഴിയാണ് വെള്ളം വരുന്നത്. 25 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് ഹൗസ് ഉണ്ട്. വാൽവ് ഹൗസ് വരെ 25 കിലോമീറ്റർ. അവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ കക്കി ഡാമിൽ നിന്ന് തുരങ്കം വഴിയാണ് ഈ പൈപ്പിലേക്ക് വെള്ളം വരുന്നത്. ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ സ്പീഡ് സെക്കൻഡിനുള്ളിൽ 2.5 കിലോമീറ്റർ സ്പീഡിലാണ് വെള്ളം വരുന്നത്. നമുക്ക് ആ പൈപ്പ് ചെറുതായിട്ടാണ് കാണാൻ. നമ്മൾ അടുത്ത് ചെല്ലുന്നുണ്ട്. അടുത്ത് ചെല്ലും വലിയ പൈപ്പാണത്. ഒരാൾക്ക് കയറി ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള പൈപ്പാണത്. അതും ബ്രിട്ടീഷുകാരിട്ട പൈപ്പാണ്. ആനത്തോട് ഡാമിൻ്റെ ഇവിടെ ഒരു ആദിവാസി താമസിക്കുന്നുണ്ട്. 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. 28 പിള്ളേരും ഉണ്ട്. സന്തോഷമായില്ലേ? 28 പിള്ളേരുള്ളതുകൊണ്ട് ഇളയ കൊച്ചിന് ഇപ്പോഴെങ്ങാണ്ട് 3 മാസം എങ്ങാണ്ട് പ്രായമായതേ ഉള്ളൂ. ഇളയ കൊച്ചിന്, മൂത്തതിനെങ്ങാണ്ട് 30 വയസ്സ്. ഇനിയും പ്രതീക്ഷിക്കാമെന്നല്ല 50 പുള്ളി പറഞ്ഞ് ഹാഫ് സെഞ്ചുറി അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിയെ കാണാൻ പറ്റുകയല്ല, പിള്ളേരെ കാണാം. സ്കൂളിൽ പോയില്ല, അവിടെ കാണും. നമ്മളിപ്പോൾ കണ്ട മൂഴിയാർ ഡാമിന്റെ പവർ ഹൗസ് ആയി താഴെ കാണാം. നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യില്ല കേട്ടോ. ഈ താഴെ കാണുന്നതാണ് പവർ ഹൗസ്. 220 കിലോ വാട്ട്സ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ. 220 കിലോ വാട്ട്സ്. ശരിയാണ്. ഒരാളിൻ്റെ അകത്തെ കൂടി പോയി അറിയില്ല. എത്ര കിലോമീറ്ററാണ് അവിടെ? 25 കിലോമീറ്റർ. 25 കിലോമീറ്ററാ. എന്താ അതിൻ്റെ നീളം പറഞ്ഞത്? എത്ര കിലോമീറ്ററാണ് നീളം? ഏത് ഡാമിലെ വെള്ളമാണ്? കക്കി ഡാമിലെ വെള്ളമാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പൈപ്പാണിത്. അതെ. ഈ സൈഡിൽ കാണുന്നത് ഈ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടി മേലോട്ടും താഴോട്ടും ഇറക്കാൻ വേണ്ടിയുള്ള റെയിൽ പാളമാണ് കിടക്കുന്നത് കേട്ടോ. പാളം കിടക്കുന്നുണ്ടോ? കാട് കയറി ആ പാളം വഴിയാണ്, റെയിൽ പാളം വഴിയാണ് പൈപ്പുകൾ കൊണ്ടുവന്നത്. .5 കിലോമീറ്റർ സ്പീഡിലാണ് അതോടെ വെള്ളം വരുന്നത്. 2.5 കിലോമീറ്റർ വിത്തിൻ സെക്കൻഡിനുള്ളിൽ. എന്താ സ്പീഡ് അല്ലേ? കക്കി ഡാം തുറന്നു. മേടെ പോയി ചോദിച്ചു കക്കി ഡാം തുറന്നു. കക്കീന് ഷട്ടർ ഇല്ല. കക്കി ഡാമല്ല, ആനത്തോട് ഡാമാണ് തുറന്നത് കേട്ടോ. നമ്മളുടെ ഫോറസ്റ്റ് ഗാർഡ് നമുക്ക് ഓരോ സംഭവങ്ങളും അത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഈ ഫോറസ്റ്റ് ഗാർഡ് കയറിയതിന് ശേഷം നമ്മുടെ ഗവിയെക്കുറിച്ചും ഗവി റൂട്ടിനെക്കുറിച്ചും അവിടെ കാണാനുള്ള കാഴ്ചകളെക്കുറിച്ചും A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം നമുക്ക് കേൾപ്പിച്ച് തന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു അറിവ് തന്നെയാണ് ഗവിയെക്കുറിച്ചും ഗവി യാത്രയെക്കുറിച്ചും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. മൂഴിയാർ ഡാമിന് 25 കിലോമീറ്ററാണ് ഈ പൈപ്പ് ഓടുന്നത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വാൽവേഴ്സ് ആണുള്ളത്. ആ വാൽവേഴ്സ് വരെയുള്ള ഈ പൈപ്പ്. പിന്നെ കക്കി ഡാമിൽ നിന്ന് വാൽവേഴ്സ് വരെ ഒരു 4.5 കിലോമീറ്റർ തുരങ്കം വഴിയാണ് ഈ പൈപ്പ് വഴി വെള്ളം വരുന്നത്. വെളുത്ത കുന്തിരിക്കമുണ്ട്. ഇത് കുന്തിരിക്കം വേണ്ടവർക്ക് നമുക്ക് കക്കി ഇവിടെ ഗവി കിട്ടും കേട്ടോ, മേടിക്കാനേ. 100 രൂപയുള്ളൊരു പാക്കറ്റ്. കുന്തിരിക്കം മരം അല്ലേ? കക്കി ഡാം കാണാൻ വേണ്ടി നമ്മൾ KSRTC വണ്ടി അവിടെ, നമ്മുടെ ഉല്ലാസയാത്ര വണ്ടി അവിടെ ഒതുക്കി. കക്കി ഡാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കക്കി ഡാം ശരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട്
നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു, കാണാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഡ്രൈവർ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളവിടെ ഇറങ്ങുകയും വണ്ടി അവിടെ നിർത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ കാഴ്ചകളെല്ലാം ഞങ്ങൾ എല്ലാവരും തന്നെ ആസ്വദിച്ചു എന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കക്കി ഡാമിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള നമ്മളുടെ കാഴ്ച, അല്ലെങ്കിൽ ആ വ്യൂ വളരെ മനോഹരമായിരുന്നു. കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ആ കാഴ്ചകളെല്ലാം കണ്ടിരുന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. ഈ കക്കി ഡാമിൻ്റെ അടുത്ത് വന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമ്മുടെ ആളുകളൊക്കെയാണ് ഈ പുറകിലൊക്കെ നിൽക്കുന്നത്. കക്കി ഡാമിൻ്റെ അടുത്ത് വന്ന് ഡാം കണ്ട് ആളുകളിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നു. റോഡ് കണ്ടില്ലേ, ഇങ്ങനെയുണ്ട്. ലൊക്കേഷനൊക്കെ അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. പിന്നെ ആളുടെ എല്ലാവരും ഉണ്ട്. നിരത്തിന്തോ അപ്പോൾ നമ്മുടെ യാത്ര കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. പുറപ്പെട്ടത് വെളുപ്പിന് 1:30-ക്കാണ്. പക്ഷേ വന്നതും ഏകദേശം 1:30-ക്കാണ്. അതായത് 24 മണിക്കൂറാണ് യാത്ര എന്നുള്ളതാണ് ഗവിയിലേക്കുള്ള ആ ഒരു യാത്ര. എന്നാലും ഒരുപാട് സന്തോഷം. ആ ഒരു ദിവസം ഞാൻ ശരിക്കും ആസ്വദിച്ചു. ആ വീഡിയോസുകളാണ് നിങ്ങളെല്ലാവരും കണ്ടത്. അത് പാർട്ട് 1 ആണ് നിങ്ങൾ കണ്ടത്. പാർട്ട് 2 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2-ൻ്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും പിപ്പീസ് വ്ലോഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.